ഹലോ ഗൈസ്, നമ്മളിത് ആദ്യത്തെ വീഡിയോ ആണ്. അതായത് പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അതായത് പ്ലംബിംഗ് എങ്ങനെ ഈസി ആയി ചെയ്യാം. നമ്മൾ പുതിയ അതായത് ന്യൂ ഐഡിയാസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് പ്ലംബിംഗ് ചെയ്ത് തുടങ്ങുന്നവർക്ക്, IT പ്ലംബർ പഠിക്കുന്നവർക്കായിരുന്നാലും ഈസിയാണ്. മനസ്സിലായി? അതാണ് നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ ഒരു ബാത്റൂം കൺസീൽ വർക്കാണ് ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിനാണ്, ഇവിടെ സെൻട്രൽ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ 1 പീസ് ക്ലോസറ്റ് ആണ്. പിന്നെ ഷവർ എന്ന് പറയുമ്പോൾ ബെൻഡ് മിക്സറാണ്. ഷവർ ഇവിടെ ഹീറ്റർ പോയിന്റ് ഈ സൈഡ് വരും. അത് നമുക്ക് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഈ കോർണറിൽ വരുമ്പോൾ നമുക്ക് 18 ഇഞ്ച് ബേസിനാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് നമുക്കൊരു 19 ഇഞ്ചിൽ ആദ്യം മാർക്ക് ചെയ്യണം. ഈ സൈഡിൽ നിന്ന് ഒരു 19 ഇഞ്ച് അത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഷവർ നമുക്കൊരു 70 സെൻറ്റി മാർക്ക് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെ നടുക്കായിട്ട് ബേസിന്റെയും ഷവറിന്റെ ഏരിയ പോയിട്ടുള്ള നടുക്കായിട്ടാണ് നമുക്ക് ക്ലോസറ്റ്. അപ്പോൾ ഒരു 25 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 12.5 ഇഞ്ച് സെന്ററായിട്ട് ക്ലോസറ്റ് ലൈൻ കൊടുക്കാം. ഇനി എങ്ങനെയാണ് നമുക്ക് ലൈനൊക്കെ വരയ്ക്കുന്നത് നോക്കാം. നമ്മൾ ഫിനിഷിംഗ് ലെവൽ ഇതാണ്. ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 2 ഇഞ്ച് താഴ്ന്ന ക്ലോസറ്റ് ബാത്റൂം ഏരിയയിലേക്ക് നമുക്ക് 60 സെന്റ് കിട്ടും. വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഹാഫ് പെഡ്സ് ബേസിനെല്ലാം വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും കറക്റ്റ് അളവായിരിക്കും. വാഷ് ബേസിനുള്ള നമ്മൾ 19 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 10 ഇഞ്ച് സെൻറ്ററായിട്ട് വേസ്റ്റ് ലൈൻ്റെ പോയിന്റ് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് ബെൻഡ് മിക്സർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 90 സെൻറ്റിയാണ് ബെൻഡ് മിക്സറിൻ്റെ സെൻറ്റർ വരുന്നത്. ഇതേപോലെ വെന്റിലേഷൻ്റെ ഈ ലെവലിൽ ഷവർ ഇവിടെ ആയിട്ട് വരും. നമുക്കൊരു 220 ഷവർ ഏരിയ കിട്ടും, ഷവറിൻ്റെ ഹൈറ്റ്. അതുപോലെ ഹീറ്ററിൻ്റെ പോയിന്റ്, ഹീറ്റർ ലെഫ്റ്റ് സൈഡ് ഹീറ്റർ വന്നിട്ട് ഈ ലൈനിങ്ങിൽ വന്ന് ഇവിടെയാണ് ഹീറ്ററിൻ്റെ ലെഫ്റ്റ് ഗോൾഡും ഹോട്ടും ഗോൾഡായിട്ട് ഇങ്ങനെ വരും. പിന്നെ അതുപോലെ സെൻറ്ററായിട്ട് ക്ലോസറ്റിൻ്റെ ലൈന്, ഇവിടെ വാഷ് ബേസിൻ. നമുക്കിത് കട്ട് ചെയ്ത് ബാക്കി വിശേഷം നോക്കാം. നമുക്ക് ചുവര് കട്ട് ചെയ്യാം. ഇത് 5 ഇഞ്ചിൻ്റെ മകത്തിൻ്റെ കട്ടറാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ കട്ടിങ് ആവും. നമുക്ക് കുറച്ച് വീട്ടാൻ നോക്കാം. ഇതാണ് കട്ട് ചെയ്തതിന് ശേഷമുള്ളത്. ഇനി നമ്മൾ ഇത് ഇടിക്കാൻ പോവുകയാണ്. നമ്മൾ ഇടിക്കാൻ 5 കിലോ റെഗിൽറ്റി മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഇത് നോക്കാം. നമ്മൾ ഗിൽറ്റി മെഷീൻ ഇട്ട് ഇപ്പം വെളിയിലോട്ട് പോകുന്ന ഹോൾ ഇവിടെയാണ് വരുന്നത്. പൈപ്പ് ലൈൻ ഇങ്ങനെ പുറത്തോട്ട് പോകും. നമ്മളിപ്പോൾ ഒരു 3/4 ഭാഗം വരെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഗിൽറ്റിട്ട് അടിക്കുകയാണെങ്കിൽ പുറത്തുള്ള ചാന്ത അടർന്നത് നമ്മൾ അതിനോട് ഉപയോഗിക്കുന്നതിന് ഡ്രിൽ മെഷീനിൽ ഇത് 1 ഇഞ്ചിൻ്റെ 4 ബിറ്റാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിട്ട് അടിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.
അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ ആ ബിറ്റിട്ട് അടിച്ചുകൊണ്ടാണ് ഇത്രയും മാത്രം പോയത്. അതേസമയം ഗിൽറ്റി മെഷീൻ ആയിരുന്നെങ്കിൽ ഈ ഏരിയ ഫുള്ള് പോകുമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തിയത് ഇന്ന് ബാത്റൂമിൻ്റെ ലൈൻ വരയ്ക്കാനും കട്ടിങ്ങും ചിപ്പിങ്ങും ആണ്. ഇനി നമ്മൾ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടാവും. വരും വീഡിയോയിൽ അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് എന്തെങ്കിലും നിർദ്ദേശം പറയാനുണ്ടെങ്കിലും അതെല്ലാം കമൻ്റ് ആയിട്ട് നൽകാം. നമ്മൾ കറക്റ്റ് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു.